മിത്രകുലം ചാരിറ്റബിൾ ട്രസ്റ്റിനെ ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂസ്ഡ് ജെറിയാട്രിക് കെയർ പ്രൊഡക്ട്സ് ബാങ്ക്. മുതിർന്നവരോ അപകടത്തിൽപ്പെട്ടവരോ രോഗികളോ ആയ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, വീൽ ചെയർ, വാക്കർ, ക്രച്ചസ്, എയർ ബെഡ്, വാട്ടർ ബെഡ്, ICU കോട്ട്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, BP അപ്പാരറ്റസ് മുതൽ ധാരാളം പ്രോഡക്ട്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഒന്നുകിൽ വെറുതെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൂട്ടിയിടും, അല്ലെങ്കിൽ ആക്രിക്ക് കൊടുക്കും, അല്ലെങ്കിൽ കത്തിക്കും, അല്ലേ? നോക്കൂ, എത്രയോ മനുഷ്യന്മാർ ഇത്തരം സാധനങ്ങൾ കിട്ടാതെ നമ്മുടെ കേരളത്തിൽ തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഒരു വീൽ ചെയർ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് ഇവിടെ. ഒരാവശ്യം വന്ന സമയത്ത് അത് സമൂഹത്തിന് ഉത്തരവാദിത്തമാണ് അവർക്ക് അത്തരം സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന് പറയുന്നത്. കാരണം അവർക്ക് അപകടമുണ്ടായതോ രോഗം വന്നതോ വാർദ്ധക്യം വന്നതോ അവരുടെ കുറ്റമല്ല. സമൂഹത്തിന് ഉത്തരവാദിത്തമാണ് അങ്ങനെ വന്ന ആൾക്കാർക്ക്. അവർക്ക് അപകടം പറ്റിയതായിക്കോട്ടെ, കുറച്ച് നാളത്തേക്കാണെങ്കിലും ഒരു സപ്പോർട്ട് വേണ്ടി വരും. ആ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ മിത്രകുലം ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ പേരാണ് യൂസ്ഡ് ജെറിയാട്രിക് കെയർ പ്രൊഡക്ട്സ് ബാങ്ക്. അപ്പം പാലിയേറ്റീവ് കെയർ, കുടുംബശ്രീ, ഹരിതകർമ്മസേന അത്തരം സംവിധാനങ്ങൾ വഴി നമ്മൾ ഈ മുതിർന്നവരോ അപകടത്തിൽപ്പെട്ടവരോ രോഗികളോ ആയ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ശേഖരിക്കും. അത് ശേഖരിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ, അത് കേരളത്തിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ അവർ, അല്ലെങ്കിൽ ലയൺസ് ക്ലബ്ബ്, വൈസ്മാൻ ക്ലബ്ബ്, ലോട്ടസ് ക്ലബ്ബ്, അങ്ങനെയുള്ള വിവിധ ക്ലബ്ബുകളായിക്കോട്ടെ, യുവജന ക്ലബ്ബുകളായിക്കോട്ടെ, നെഹ്റു യുവകേന്ദ്ര ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം അത് ശേഖരിക്കാൻ തയ്യാറാണെങ്കിൽ സഹായിക്കാൻ നമ്മളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറാണ്. ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്. ഈ സംഘടനയിൽപ്പെട്ട ആൾക്കാർ കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ശേഖരിച്ചു കഴിഞ്ഞാൽ, നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആൾക്കാർ വന്നിട്ട്, ഈ സംഘടനയിൽപ്പെട്ട ആൾക്കാർ വന്നിട്ട് അത് റിപ്പയർ ചെയ്ത് ഫങ്ഷണലാക്കി കാലിബ്രേറ്റ് ചെയ്ത് പുതിയതുപോലെ ആക്കി തരും. അതിനുശേഷം ഇതേപോലെ തന്നെ ഹരിതകർമ്മസേന, കുടുംബശ്രീ, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിലെ ആൾക്കാർ വഴി അർഹരായ ആൾക്കാരെ കണ്ടെത്തി ഈ ഉൽപ്പന്നങ്ങൾ അവരിലെത്തിക്കും. അങ്ങനെ നിങ്ങൾ ഒരിക്കൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിലാക്കാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ റിസോഴ്സും, ഈ രാജ്യത്തിൻ്റെ ഒരു റിസോഴ്സും നഷ്ടപ്പെട്ടു പോകാതെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് മിത്രകുലം ചെയ്യുന്നത്.